പോരാട്ട ഭൂമിയായ സനയിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനമാണ് എനിക്ക് പിറകിലുള്ളത്. ജിബൂട്ടി വിമാനത്താവളത്തിൽ നിന്നും 1 മണിക്കൂർ ദൂരമുണ്ട് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്. ജിബൂട്ടിയിൽ നിന്നും യമനികൾ ആരെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അവരെയും കൂട്ടി വേണം എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് സനയിലേക്ക് പറക്കാൻ. എയർ ഇന്ത്യ അവരുടെ യാത്രയ്ക്ക് പണം വാങ്ങില്ല. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിൽ ഏതാനും ചില വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അന്തർദേശീയ വിമാനങ്ങളിൽ എയർ ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ സനയിലേക്ക് ഓപ്പറേഷൻ നടത്തുന്നത്. സനയിലെത്തിയാൽ ഇന്ത്യൻ സംഘം ബസിൽ എമിഗ്രേഷനിലേക്ക് പോകും. സനയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ യാത്രക്കാരെ തയ്യാറാക്കി ഈ ബസിൽ വിമാനത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ യാത്രക്കാർ വിമാനത്തിനുള്ളിലേക്ക് കയറണം. എല്ലാത്തിനും കൂടി അരമണിക്കൂർ സമയമാണ് സന വിമാനത്താവളത്തിൽ ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ജിബൂട്ടിയിലേക്ക്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് ഇപ്പൊ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു ദിവസം എയർ ഇന്ത്യ പറക്കാനും സനയിലെയും ജിബൂട്ടിലെയും വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനുമായി ചെലവഴിക്കുന്നത് 20 ലക്ഷത്തോളം രൂപയാണ്. പോരാട്ട ഭൂമിയിൽ നിന്നും സുരക്ഷിത താവളത്തിലേക്ക് പോവുകയാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ. എയർ ഇന്ത്യ സുത്യർഹമായ സേവനമാണ് രക്ഷാപ്രവർത്തനത്തിന് നടത്തുന്നത്. സനയിൽ നിന്നും ജിബൂട്ടിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്.